ഒരു മീൻകറി വെച്ചാലാ കുറേ ആയി എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്ത് യൂട്യൂബ് ചാനലിൽ ഇടണമെന്ന് വിചാരിക്കണം. ഒരു ചാനൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി, പൊടി പിടിച്ച് കിടക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇടാമല്ലോ എന്ന്. കോപ്പി അടിച്ച റെസിപ്പിയാണേ ലാസ്റ്റ് പറയാം കേട്ടോ എവിടെ നിന്നാണ് കോപ്പി അടിച്ചതെന്ന്. ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ആവശ്യമായത് സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. ആദ്യം സവാള ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചെറിയതായിട്ട് സോട്ട് ചെയ്താൽ മതി. എനിക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ അറിയാൻ പാടില്ല കേട്ടോ. ഇത് കുറേ നാളെ എടുത്ത് വെച്ചേക്കണ വീഡിയോ ആണേ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, അതൊക്കെ കേൾക്കാൻ പറ്റും ഇതിൽ. അപ്പം ഞാൻ അപ്പുറത്ത് ചാള വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി കാണിക്കണം. ചേട്ടൻ്റെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് കാണിക്കുന്നു. ആളാണ് വീഡിയോ എടുത്ത് തന്നത്, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യണത്. അത് ബാക്കി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ പച്ചമുളക് മാത്രമാണ് എരിവിന് ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുങ്ങനെ അരിഞ്ഞിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഒരുപാടൊന്നും വരണ്ട് പോകണ്ട കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് മസാല ഇട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കണത്. പിന്നെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേനും പുളിക്കായിട്ട് നമ്മൾ വിനാഗിരിയാണ് യൂസ് ചെയ്യണത് കേട്ടോ. ഒരു 3 സ്പൂൺ, 3 അടപ്പ്, അത് ഓരോരുത്തരുടെ കണക്കനുസരിച്ച് ഒഴിച്ചാൽ മതി. ഞാനൊരു 3 അടപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇത് ഞാൻ കോപ്പി അടിച്ചതാണ് കേട്ടോ. അമ്മാമ്മ കൊച്ചുമൻ ചാനലില്ലേ, അവരുടെ അമ്മാമ്മ വെക്കണതാണ് ഈ റെസിപ്പി. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഞാനിതിൽ ചാള എൻ്റെ ഇടുന്നത്. ഒരു ഇന്ത്യയിൽ ഒരു 7-8 ചാള ഉണ്ടാവും, ഞങ്ങൾ 4 പേരുള്ളത് മതിയാവും. അപ്പോൾ ചാള ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, കൈ വെച്ച് നമ്മൾ ഇളക്കാതെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വറ്റിക്കണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്, ഇതിന് മുമ്പ് വെച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര. അപ്പം ഞാൻ വെച്ചത് വീഡിയോ ഒക്കെ എന്നിട്ട് അങ്ങനെ ആക്കിയതാണേ. അതിലേക്ക് കറിവേപ്പില ഞാൻ ആദ്യം ഇട്ടതാണ്, പിന്നെ വീഡിയോ ഒക്കെ എടുക്കണല്ലേ രസമല്ലേന്ന് വെച്ചാൽ ഒരു കറിവേപ്പിലയും കൂടി വെച്ച് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒന്ന് അധികം ചൂടാറണ മുമ്പ് കഴിക്കാൻ വേണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.